ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. ഈ ലോകത്തിൽ മരണപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു ശവക്കുഴി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും അവസാനമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എത്ര ചാടിയാൽ അവസാനം മരണക്കുഴി വരെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അവസാനം എന്ന് പ്രത്യാശ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ തീർന്നു എന്ന് പറയുന്നത് ഒരു മരണത്തോടു കൂടിയാണ്. എന്നാൽ അതിനപ്പുറം ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ബൈബിൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് ഒരു മരണ വീട്ടിൽ പോകുന്നത് അവന് പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി എന്നെങ്കിലും എഴുന്നേറ്റ് വരുന്നതോ അല്ലെങ്കിൽ നിത്യതയിലെ വെച്ച് കാണാമെന്ന പ്രത്യാശയിലല്ല. ആ ഒരു മരണ വീട്ടിൽ പോവുകയാണെങ്കിൽ കർത്താവ് ചെന്നാൽ ആ മരണ വീട് ആനന്ദ ഭവനമായി മാറും. ദുഃഖഭവനം ആനന്ദ ഭവനമാകും. മരണഭവനം എന്ന് പറയുന്നത് പിന്നെ ജീവനുള്ള ഭവനമായി മാറും. അതാ നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ, നമ്മൾ തീർന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ, നമ്മൾ ഇല്ല എന്ന് പറയുന്ന വിഷയങ്ങളെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള, പ്രാണനെ വിളിച്ചു വരുത്താൻ ശക്തിയുള്ള, ആത്മാവിനെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള, മരിച്ചവരെ തിരിച്ചു വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള പിന്നെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.